ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ സന്ധ്യകളിലൊക്കെ ഒത്തുചേർന്ന് കർമ്മയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർമ്മം കരണങ്ങളെക്കൊണ്ട് ചെയ്യപ്പെടുന്ന സാമാന്യ പ്രവൃത്തി രൂപങ്ങൾ, അത് തന്നെ ഓരോ വ്യക്തിയും ദേശകാലങ്ങൾക്കനുസരിച്ച് അറിഞ്ഞാചരിക്കേണ്ടത്. കർത്തവ്യങ്ങളെന്നർത്ഥം. അങ്ങനെയുള്ള കർത്തവ്യ കർമ്മങ്ങളെ ദേഹബുദ്ധിയോടുകൂടിയവർ അവശ്യം അനുഷ്ഠിച്ചേ മതിയാവൂ. നഹി ദേഹഭൃതാശക്യം ത്യക്തും കർമാണ്യശേഷതഃ. ദേഹബുദ്ധിയോടുകൂടിയവർക്ക് കർമ്മങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽപ്പെട്ട ക്രിയാവ്യാപാരങ്ങൾ സദാ ഉണ്ട്, ചെയ്യപ്പെടുന്നുണ്ട്. ഈ കർമ്മങ്ങൾ, കരണങ്ങളെക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രിയാരൂപങ്ങളൊക്കെ അതത് കർമ്മത്തിനനുസൃതമായി, അതത് കർമ്മസംബന്ധിയായി നമുക്കുള്ളിലെ മനോഭാവത്തിനനുസൃതമായി അന്ധകരണത്തിൽ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തും. ആ കർമ്മങ്ങൾ ശാരീരികമാകട്ടെ, വാചികമാകട്ടെ, മാനസികമാകട്ടെ, ഏതൊരു ഉപാധിയെക്കൊണ്ട്, ഏത് കരണത്തെക്കൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മത്തിനും അതത് കർമ്മത്തിനനുസൃതമായ സംസ്കാരം രൂപപ്പെടും. ഈ സംസ്കാരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്, അന്ധകരണത്തിൽ ശേഖരിക്കപ്പെടുന്നത് വാസനയായി പരിണമിക്കും. അത് വീണ്ടും വീണ്ടും കർമാചരണത്തിന് പ്രേരണയാകും. ഇങ്ങനെ കർമ്മം, സംസ്കാരം, വാസന എന്ന രൂപത്തിലുള്ള കർമ്മചക്രം അവിരാമം മുന്നോട്ട് പോകുമ്പോൾ ജന്മജന്മാന്തരങ്ങൾ വരികയായി. എന്താണ് ഇതിൽ നിന്നുള്ള മോചന മാർഗം? ഇതന്വേഷിക്കുമ്പോഴാണ് നാം അറിയുന്നത് വാസ്തവത്തിൽ കർമ്മങ്ങളല്ല നമ്മെ ബന്ധിക്കുന്നത്, മറിച്ച് കർമ്മത്തിലുള്ള മമത്വബുദ്ധിയാണ്. ഈ മമത്വബുദ്ധി ഇല്ലാതെ, ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അനുക്രമമായി ചിത്തശുദ്ധിയെ പ്രദാനം ചെയ്ത് മുക്തിദമായി തീരുന്നു. ഇങ്ങനെ ഫലകാമനയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മമാകുന്നു കർമ്മയോഗം. നമുക്ക് ചെയ്യാനേ അധികാരമുള്ളൂ, കർമ്മത്തിലേ അധികാരമുള്ളൂ,
ഫലം സ്വാഭാവികമായി സഹജമായി വന്നു ചേരുന്നതാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശുദ്ധമായിട്ടുണ്ടാവുക. എൻ്റെ ഭാഗത്തു നിന്നൊരു കുഴപ്പം ഇല്ല, ഒരു ക്രിയാലോപമില്ല, കർത്തൃദോഷമില്ല. ബാക്കിയൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മഹാനിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഫലം വന്നു ചേരുന്നു. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി എപ്പം നമുക്ക് കർമാചരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ മുമ്പുള്ളതുപോലെ നമ്മൾ ഫലകാമനയാൽ ബന്ധിക്കപ്പെടില്ല. തൻ്റെ കർമ്മവ്യാപാരത്തിൻ്റെ ഫലമായുള്ള സിദ്ധിയിലും അസിദ്ധിയിലും അവിടെ സമബുദ്ധി കൈവരും. ഇത് പറയുക, പ്രസംഗിക്കുക വളരെ എളുപ്പമാണെങ്കിലും സ്വന്തം അനുഷ്ഠാനത്തിൽ വരുത്തുക എളുപ്പമല്ല. കാരണം നമ്മളിലൊക്കെ സഹജമായി അഹങ്കാര മമത്വങ്ങളുടെ പ്രവർത്തനമുണ്ട്. അറിയാതെ ക്രിയകളോട് ബന്ധപ്പെട്ടുകൊണ്ട് അഹങ്കാരവും മമത്വവും. ഇവിടെ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മയോഗിയിലും അഹങ്കാരമുണ്ട്. അഹങ്കാരമില്ലാണ്ട് ചെയ്യുന്ന കർമ്മമല്ല കർമ്മയോഗം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മമത്വമില്ലാണ്ടാണ്. അഹങ്കാരമില്ലാണ്ട് കർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. അത് ശ്രദ്ധിക്കുക. അപ്പം മമത്വരഹിതമായി കർമ്മം ചെയ്യുന്നു. അത് പറയുന്നത് പോലെ എളുപ്പമല്ല. വാസ്തവത്തിൽ മമത്വരഹിതമായ കർമാചരണമാണ് കർമ്മയോഗം എങ്കിലും അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈ കർമ്മയോഗത്തിലേക്ക് ഉയരാനുള്ള അഥവാ കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാനുള്ള ഉപായങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അവിടെയാണ് വളരെ വിസ്തൃതമായി തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിക്കാൻ ഉപദേശിക്കുന്നത്. എപ്പോൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ ഈശ്വര പൂജ ചെയ്യുകയാണെന്ന മനോഭാവം നമുക്കുണ്ടോ, അവിടെ പോലും ഈ കർമ്മത്തിലൂടെ ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ എന്നുള്ള കാമനയില്ല. ഈ കർമ്മം ഞാൻ ചെയ്യുന്നു, ഇതിലൂടെ ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് കർമ്മയോഗമാവുന്നില്ല, അത് ഈശ്വര പൂജയാവുന്നില്ല, ഈശ്വരനിൽ അർപ്പണമാവുന്നില്ല. കേവലം ഈശ്വര പൂജയായിട്ട് എനിക്കെത്രയോ മഹത്തായൊരു സന്ദർഭമാണ് ലഭിച്ചിട്ടുള്ളത്. അത്യന്തം ഭാഗ്യാതിരേകം കൊണ്ടാണ് എനിക്കിത് സാധിക്കുന്നത്. ഈ സമഷ്ടിക്ക് മുഴുവൻ അധീശനമായിരിക്കുന്ന ഭഗവാനെ എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് പൂജിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ലൗകികമെന്നോ വൈദികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ ഈശ്വര പൂജയായി ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി അനുഷ്ഠിക്കുക. അപ്പോൾ ആ കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചിത്തശോധനം ചെയ്ത് പരമമായ തത്വവിജ്ഞാനത്തിലേക്കുള്ള മാർഗം നമുക്ക് നൽകും. ഇതാണ് കർമ്മയോഗത്തെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും ദിവസം ചിന്തിച്ചതിൻ്റെ ഒരു സാരസംഗ്രഹം പറഞ്ഞാൽ, അവിടെ വിശേഷിച്ച് നമ്മൾ ചിന്തിച്ചത് കർമ്മം എന്നുള്ളത് എപ്പോഴും വിഹിതത്തെ സംബന്ധിച്ച് പറയുന്ന പദമാണെന്നുള്ളതാണ്. വിഹിത കർമ്മം, വിഹിതമാണ് കർമ്മം. അപ്പോൾ ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഏത് തരം കർമ്മമാണ് അവിടെ ചെയ്യപ്പെടേണ്ടത്? വിഹിതമാണ്.
വിഹിതമാണ് കർമ്മം, അവിഹിതം കർമ്മമല്ല. നിഷിദ്ധം വികർമ്മവുമാണ്. അപ്പോൾ വിഹിതമായി നമുക്ക് ചെയ്യാൻ ബാധ്യതപ്പെട്ട, ചെയ്യണമെന്ന് പറയപ്പെട്ടതിനെ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്നതിനെ ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് സാഹചര്യമനുസരിച്ച് കർത്തവ്യമായി വന്നു ചേരുന്നതിനെ മാത്രമാണ് നമ്മൾ കർമ്മമായി മനസ്സിലാക്കുന്നത്. ആ കർമ്മങ്ങളെ മുഴുവൻ തന്നെ ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. ഇങ്ങനെ കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നലേകളിൽ നമ്മൾ ചെയ്ത അതേ കർമ്മം തന്നെയാകട്ടെ അളവറ്റ തോതിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഫലകാമന ഇല്ലാച്ച പിന്നെ എങ്ങനെയാ കർമ്മം ചെയ്യാം? ഫലകാമന പ്രേരിതരായിട്ടല്ലേ നമ്മൾ കർമ്മം ചെയ്യുന്നത്? ശരിയാണ്. പക്ഷെ ഫലകാമന ഇല്ലാതെ ചെയ്യുന്നവർക്ക് അളവറ്റ് പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം കർമ്മം ചെയ്യുക എന്നുള്ളതുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നുള്ളതുണ്ട്, അതുകൂടാതെ ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ളതുമുണ്ട്. ഇതൊക്കെ കൂടി ഭാരം വഹിച്ചുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ കറങ്ങുന്നത്. ഭാരഗ്രസ്തരാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം, ഇതിൻ്റെ ഫലം എനിക്കെന്നുള്ളൊരു അഭിമാനവും പ്രതീക്ഷയും, ഇതെല്ലാം കൂടിയുള്ള ഭാരം. അത് കാരണം അളവറ്റ് പ്രവർത്തിക്കാൻ സാധിക്കില്ല. എന്നാറ് ഈ ഈശ്വര പൂജ എന്ന ഭാവനയോടുകൂടി ചെയ്യുന്നുണ്ടോ, അയാൾക്ക് അളവറ്റ് ചെയ്യാൻ കഴിയും. അയാൾ എപ്പോഴും സന്തുഷ്ടനായിരിക്കും, എപ്പോഴും സന്തുഷ്ടനായിരിക്കും. കാരണം തൻ്റെ കർമ്മവ്യാപാരങ്ങളുടെ ഫലരൂപം ഭഗവത് പ്രസാദമാണെന്ന ഭാവന അയാൾക്കുണ്ട്. ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചിരിക്കെ ഏത് മേഖലയിലോ ആവട്ടെ നമ്മുടെ വ്യവഹാരം, അവിടമൊക്കെ ശാന്തിയോടെ സന്തോഷത്തോടെ, അതെ, എന്ത് പ്രാപ്തമാകുന്നു അതിൽ സന്തുഷ്ടിയോടുകൂടി, അത് സിദ്ധിയാവട്ടെ അസിദ്ധിയാവട്ടെ സമഭാവനയോടുകൂടി ഈ ലോകത്തിൽ വ്യവഹരിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള ഉപായമാണ് കർമ്മയോഗം. സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, വ്യാകുലതയില്ല, പരാതിയില്ല. തൻ്റെ അനുഭവ വിശേഷങ്ങളെ സംബന്ധിച്ച് മറ്റാരെയും പഴിചാരാനില്ല, ആരോടും പരാതിപ്പെടാനില്ല. എന്തുകൊണ്ട്? എൻ്റെ കർമ്മങ്ങളുടെ ഫലരൂപമാണ് എനിക്ക് വന്നു ചേരുന്നത്. ഇന്നലേക്കളിലുള്ള എൻ്റെ കർമ്മങ്ങളുടെ ഫലരൂപം ഇന്ന് എനിക്ക് വന്നു ചേരുന്നു. ഇതാ ഇന്ന് ഞാൻ ചെയ്യുന്നതിനനുസൃതമായിട്ടാണ് എൻ്റെ ഇന്നും നാളെയും വന്നു ചേരുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവ വിശേഷങ്ങളെ ചൊല്ലി ആരെയും കുറ്റപ്പെടുത്താനില്ല, ഒന്നിലും ആരെയും പഴി ചാരാനില്ല. ഈ ഒരു തൃപ്തി, അതാണ് ഒരു കർമ്മത്തിൻ്റെ രഹസ്യം അറിയുന്ന ആൾക്ക് സഹജമായി സ്വാഭാവികമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ സന്തുഷ്ടനാണ് അവൻ. കർമ്മയോഗി സന്തുഷ്ടനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ വിഷയം എത്ര വിസ്തരിച്ച് പറഞ്ഞാലും തീരില്ല, ദിവസങ്ങൾ മാസങ്ങൾ ഒത്തുചേർന്നാലും തീരില്ല. പല പല കോണുകളിൽ നിന്ന് ശ്രദ്ധിക്കാം. പക്ഷേ കർമ്മയോഗത്തെ സംബന്ധിച്ച് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കർമ്മത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു അനുബന്ധം കൂടി പറയാതെ ഉപസംഹരിക്കുന്നത് തെറ്റാവും. അതെന്തെന്നാൽ, അഹങ്കാരമമത്വങ്ങളോടുകൂടി സാധാരണ ലോകരീത്യാ ചെയ്യുന്നത് കർമ്മമെന്ന് നമ്മൾ പഠിച്ചു. വിഹിതമായത് കർമ്മമാണ്. അതുതന്നെ ഫലകാമനയില്ലാതെ അഥവാ ഈശ്വരാർപ്പണ ഭാവനയോടെ ചെയ്യുന്നത് കർമ്മയോഗമെന്ന് പഠിച്ചു. ഈ രണ്ട് കർമ്മങ്ങളെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ പറയുന്നു, ഇനി ഒരു വിഭാഗം കർമ്മം കൂടിയുണ്ട്, അത് ഈ പറഞ്ഞ രണ്ടിലും വരുന്നതല്ല. അതെന്താ? അത് വിജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളാണ്. സ്വരൂപനിഷ്ഠന്മാരായ സ്വസ്ഥന്മാരായ വിജ്ഞാനികളായ മഹാപുരുഷന്മാർ
അവർക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നൈവതസ്യ കൃതേനാർത്ഥോ നാ കൃതേനേഹ കശ്ചന. അവന് ചെയ്തതിനെ കൊണ്ടും പ്രയോജനമില്ല, ചെയ്യാത്തതിനെ കൊണ്ടും പ്രയോജനമില്ല. അവനെ സംബന്ധിച്ച് യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറിലും കുളത്തിലുമൊക്കെ എത്ര താത്പര്യമുണ്ടോ അത്ര താത്പര്യമേ ഉള്ളൂ വിശിഷ്ടങ്ങളായ കർമ്മങ്ങളിലും കർമ്മവിധിപരങ്ങളായ വേദങ്ങളിലും ഉപദേശങ്ങളിലുമൊക്കെ. അയാളെ സംബന്ധിച്ച് വൈദികമായോ ലൗകികമായോ കർത്തവ്യങ്ങളില്ല. തസ്യ കാര്യം ന വിദ്യതേ ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ആര് ആത്മാരാമനായി ആത്മതൃപ്തനായി ആത്മസന്തുഷ്ടനായിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിജ്ഞാനിക്ക് കാര്യമില്ല, കർത്തവ്യമില്ല. അയാൾ ആത്മാരാമനാണ്. അവനൊന്നും നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. അങ്ങനെയുള്ള വിജ്ഞാനികളായ മഹാപുരുഷന്മാർ അവർ നൈഷ്കർമ്മ്യസിദ്ധിയിലേക്ക് ഉയർന്നവരാണ്. യാതൊരു കർമ്മവും ചെയ്യേണ്ടതില്ലാത്ത, അഥവാ ഒന്നുകൂടി ശുദ്ധമായ ഭാഷ പറഞ്ഞാൽ യാതൊരു കർമ്മവും ചെയ്യാത്ത സ്വരൂപനിഷ്ഠയിലിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്വസ്ഥന്മാരായ മഹാപുരുഷന്മാർ, വിജ്ഞാനികളായ മഹാപുരുഷന്മാർ അവരൊരു കർമ്മവ്യാപാരത്തിനും അധീനരല്ല. അങ്ങനെയുള്ള മഹാന്മാർ ലോകോപകാരാർത്ഥം, ലോകസംഗ്രഹാർത്ഥം എന്തെങ്കിലും കർമാചരണങ്ങളെ ചെയ്യുന്നുവെങ്കിൽ അത് ലോകത്തിന് സന്മാർഗത്തെ കാണിക്കലാകട്ടെ, ഉന്മാർഗത്തെ തടയലാകട്ടെ, ഇത് രണ്ടുമല്ലേ വേണ്ടു. ലോകത്തിൻ്റെ ഉന്മാർഗത്തിൽ നിന്ന് തടയുന്നു, സന്മാർഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. സഹജവും സ്വാഭാവികവുമായി സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെയൊക്കെ പ്രവാഹം അങ്ങനെയുള്ള വിദ്വത് പുരുഷന്മാരിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ, അത് കർമ്മരൂപമായി പ്രകടമായാൽ, ലോകദൃഷ്ട്യാ അത് കർമ്മമാണെങ്കിലും അത് കർമ്മമല്ല. കർമ്മയോഗമാണോ? ഒട്ടുമല്ല. കാരണം കർമ്മയോഗം എന്നുള്ളത് ഫലകാമനയില്ലാതെ ചിത്തശുദ്ധ്യർത്ഥം ചെയ്യപ്പെടുന്ന കർമ്മമാണ്. യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വ ആത്മശുദ്ധയെ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. ആത്മശുദ്ധയെ, അന്തഃകരണശുദ്ധയെ. അത്തരം അന്തഃകരണശുദ്ധി തുടങ്ങിയ ലക്ഷ്യങ്ങളില്ല. കർമ്മയോഗിയിലുള്ള ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരവും അവിടെയില്ല. കർമ്മയോഗിയിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയുണ്ട്, ഇതിൻ്റെ ഫലം എനിക്കെന്നുള്ള മമത്വം ഇല്ല. വ്യത്യാസം മനസ്സിലാക്കുക. എന്നാൽ വിജ്ഞാനികളായ മഹാപുരുഷന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ, ലോകദൃഷ്ട്യാ കാണുന്ന കർമ്മങ്ങൾ, വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് കർമ്മങ്ങളേ അല്ല. ഒരു സർവകർമ്മത്തിനും ഉപരിയാണ്. അതുകൊണ്ട് വിജ്ഞാനികളായ മഹാപുരുഷന്മാർ അറിയുന്നു, നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത. ഞാനൊന്നും ചെയ്യുന്നില്ല എന്നവർക്കറിയാം. പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ അപ്പി. ഭഗവാൻ ഗീതയിൽ പറയുകയാണ്, ബാഹ്യമായിട്ട് എല്ലാ കർമ്മവ്യാപാരങ്ങളും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, ലോകദൃഷ്ട്യാ സകല കർമ്മങ്ങളും അയാൾ ചെയ്യുന്നുണ്ടെങ്കിലും, അയാൾ സർവകർമ്മങ്ങൾക്കും ഉപരിയാണ്. അയാൾ ചെയ്യുന്ന ലോകോപകാര പ്രവർത്തനം, ലോകസംഗ്രഹ പ്രവർത്തനം വാസ്തവത്തിൽ കർമ്മമേ അല്ല, ഒട്ട് കർമ്മയോഗവും അല്ല. അതൊരു ക്രിയാരൂപം കാണപ്പെടുന്നു. ശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറയുന്ന ദൃഷ്ടാന്തം സൂചിപ്പിച്ചാൽ,
അതൊരു വറുത്ത പയർവിത്ത് പോലെ, അത്രയേ ഉള്ളൂ. വറുക്കാത്ത പയർവിത്തും വറുത്ത പയർവിത്തും പുറമേ നിന്ന് നോക്കിയാൽ ഒരുപോലെ തന്നെ. പക്ഷെ ഒന്നിൽ പ്രരോഹശക്തിയില്ല, അത് മുളയ്ക്കില്ല, മറ്റത് മുളയ്ക്കും. ബാഹ്യമായി നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കുമെങ്കിലും ഒന്ന് സംസ്കാരത്തെയും വാസനയെയും ഒക്കെ ജനിപ്പിക്കുന്നത് കൊണ്ട് അത് കർമ്മം. വിജ്ഞാനിയുടെ കർമ്മമാകട്ടെ സംസ്കാരത്തെയും വാസനയെയും ജനിപ്പിക്കാതെ നിലകൊള്ളുന്നു. അത് കർമ്മമേ അല്ല. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് പരമമായ നൈഷ്കർമ്മ്യം എന്നുള്ളത്. അത് നൈഷ്കർമ്മ്യമാണ്. അത് ചെയ്യാതിരിക്കലല്ല, അത് ചെയ്യലുമല്ല. കർമ്മവ്യാപാരത്തിന് കർമ്മതന്ത്രത്തിനുപരിയുള്ള ഒരു വിജ്ഞാനിയുടെ സഹജമായ സ്ഥിതിയാണ്, സ്വസ്ഥതയാണ്. അതുകൂടി നമ്മൾ ഈ കർമ്മത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആശയം ഏറെക്കുറെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ അനുസന്ധാനം ചെയ്യുക. വീണ്ടും വീണ്ടും ഈ കർമ്മയോഗത്തെക്കുറിച്ച് അനുസന്ധാനം ചെയ്യുക. എത്ര നമ്മൾ അനുസന്ധാനം ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് കൂടുതൽ കൂടുതൽ സ്വച്ഛമായ ആശയ വ്യക്തത നമുക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയും. ഒരു ഭാര്യയായി, ഒരു ഭർത്താവായി, ഒരു അച്ഛനായി, ഒരു അമ്മയായി, ഒരു മകനായി എന്ന് വേണ്ട, ഒരു ബ്രഹ്മചാരിയായി, ഒരു സന്യാസിയായി, ഒരു ഗൃഹസ്ഥനായി, ഏതോ വ്യക്തിത്വമാകട്ടെ, അതിനെ കുശലതയോടുകൂടി ഓരോ സന്ദർഭത്തിനുമനുസരിച്ച് എങ്ങനെ വേണോ അങ്ങനെ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും ഈ കർമ്മയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ. അതേ സമയത്ത് അതിൻ്റെ ദ്വന്ദ്വങ്ങളാൽ ബന്ധിക്കപ്പെടുകയുമില്ല. അങ്ങനെ ബന്ധിക്കപ്പെടാതെ സന്തോഷത്തോടു കൂടി ലോകത്ത് ജീവിക്കാനുള്ള, ചെയ്യാനുള്ളത് ചെയ്യാനുള്ള, ഫലങ്ങളാൽ ബന്ധിക്കപ്പെട്ട് അസ്വസ്ഥനാവാതിരിക്കാനുള്ള ഉപായമാണ് കർമ്മയോഗം എന്നറിയുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇന്ന് ഉപസംഹാരം എന്ന രൂപത്തിൽ അല്പഭാഷയിൽ പറഞ്ഞു. ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നില്ല, ഈ പ്രശ്നങ്ങളുടെ കടലാസുകളുള്ളത് കൊണ്ട്.